കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടി വണ്ടി പിടിച്ച് വരുന്ന കണക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിനേറ്റ ഒരു തിരിച്ചടിക്ക് കയ്യും കണക്കുമില്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഹരിയാനയിൽ തുടങ്ങിയ കൊട്ടാണ്. ആ കൊട്ടും തോൽവിയും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, ഡൽഹിയിലെത്തി നിൽക്കുകയാണ്. ഇനി എവിടെയൊക്കെ പൊട്ടാനുണ്ട്, എവിടെയൊക്കെ കൊട്ടാനുണ്ട്, എവിടെയൊക്കെ തോൽക്കാനുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യ സഖ്യത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയ കോൺഗ്രസിൻ്റെ ദയനീയ തോൽവികൾ ഇന്ത്യ സഖ്യം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുക തന്നെയാണ്. അതിൻ്റെ ആഴം അല്ലെങ്കിൽ ആഘാതം വളരെ വലുതായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ മഹാരാഷ്ട്രയിൽ തോൽവിക്ക് ശേഷം സംഭവിക്കുന്ന തലവേദനകൾ വളരെ വലുതാണ്. കാരണം ബാക്കിയുള്ളിടത്തെല്ലാം കുറച്ചെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മഹാരാഷ്ട്രയിൽ ഒരു രക്ഷയുമില്ല എന്ന് പറയേണ്ടി വരും. ഓരോ ദിവസം കഴിയുന്തോറും കോൺഗ്രസിൻ്റെ തലവേദന കൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിലെ ആ ഒരു തോൽവി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല. നിലവിൽ എം പിമാരുടെ കണക്ക് നോക്കുമ്പോഴത്തേക്ക് പോലും അത്യാവശ്യം എം പിമാർ കൂടുതലുള്ള ഒരു സ്ഥലം തന്നെയാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈ പറയുന്ന ശിവസേനയിലുണ്ട് എം പിമാർ, NCPയിലുണ്ട് എം പിമാർ, കോൺഗ്രസിലുമുണ്ട് എം പിമാർ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ തന്നെ കോൺഗ്രസിന്, ഇന്ത്യ സഖ്യത്തിന്, MVAക്ക്, ഈ മൂന്ന് പാർട്ടികൾക്കുമായിട്ട് 30 എം പിമാരാണ് നിലവിലുള്ളത്. ഈ 30 എം പിമാരിൽ 17 എം പിമാരും മറുകണ്ഠം ചാടാനായിട്ടുള്ള ഒരു നീക്കത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ നടക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതിൽ 13 എം പിമാർ കോൺഗ്രസ്സിൽ, അതായത് ഈ പറയുന്ന 17 എം പിമാർ എന്ന് പറയുന്നത് NCPയും അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേനയും ചേർത്തിട്ടാണ്. അതായത് ഉദ്ധവ് ശിവസേനയ്ക്ക് 9 എം പിമാരും NCP ശരത് പവാറിന് 8 എം പിമാരും. ഈ 17 എം പിമാരും തുലാസിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ 13 എം പിമാരാണ് കോൺഗ്രസ്സിന് അവിടെയുള്ളത്. ആ എം പിമാരുടെ കാര്യത്തിലും വരും ദിവസങ്ങളിൽ തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിൽ ഈ പറയുന്ന 17 എം പിമാർ, അതായത് NCPയും അതുപോലെ തന്നെ ശിവസേനാ പക്ഷവും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട 2 പാർട്ടികളാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ശിവസേനയും NCPയും NDAയോട് അടുക്കാനായി കൂടുതൽ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ശരത് പവാർ തന്നെ, NCP തലവനായിട്ടുള്ള ശരത് പവാർ തന്നെ ഇപ്പോൾ BJP, ശിവസേന, ഷിൻഡെയെ പ്രശംസിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലെ MVAയിലെ ഏറ്റവും വലിയ വിള്ളലാണ് ഇവിടെ പ്രകടമായത് തന്നെ. അതായത് ഏക്നാഥ് ഷിൻഡെയെ അഭിനന്ദിച്ച് ശരത് പവാറിനെതിരെ ഇപ്പോൾ ഉദ്ധവിൻ്റെ ശിവസേന അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും മഹാവികാസ് അഘാഡിയിൽ വളരെ വലിയ തോതിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. MVAയുടെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയ ഉദ്ധവ് താക്കറെ അടുത്തിടെ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പോലും പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിലാണ് ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി MVAയിൽ ഭിന്നത രൂക്ഷമാകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ തന്നെ സംസ്ഥാന ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെയെ ശരത് പവാർ അവാർഡ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഷിൻഡെയ്ക്ക് നൽകിയ മഹാജി ഷിൻഡെ രാഷ്ട്രീയ ഗൗരവ് അവാർഡിൽ ഉദ്ധവ് താക്കറെ നീരസം പ്രകടിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ ഉദ്ധവ് സേനാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ശിവസേനയെ തകർത്തതിനാൽ പവാർ ഉപമുഖ്യമന്ത്രിയെ അവാർഡ് നൽകി അഭിനന്ദിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും NCP ശരത് പവാറിന്റെ ഈ ഒരു അവാർഡ് കൊടുക്കലും ഷിൻഡെയുമായിട്ടുള്ള ഈ ഒരു അടുപ്പവും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ വളരെ വലിയ തോതിൽ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ MVAയിലെ ഈ രൂക്ഷമായിട്ടുള്ള വിള്ളൽ വളരെ വ്യക്തമാവുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ പോലും ഈ ഒരു തരത്തിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഉദ്ധവ് സേനയിലും NCP ഭാഗത്തുമുള്ള എം പിമാർ, 17ഓളം എം പിമാർ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിൽ അധിക നാൾ തുടരത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അവർ ഉറപ്പായിട്ടും NDAയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. കാരണം ഉദ്ധവ് സേന
BJPയോട് അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അവിടെ ഈ പറയുന്ന ഉദ്ധവ് സേന ഫട്നാവിസിനെ അഭിനന്ദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഫട്നാവിസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉദ്ധവ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഇവിടെ ഇപ്പോൾ ഇതാ NCP ശരത് പവാറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവാർഡ് നൽകിക്കൊണ്ട് ഷിൻഡെയെ ബഹുമാനിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ രണ്ട് പാർട്ടികൾക്കും NDAയിലേക്ക് ചാടാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നുള്ളത്. ഇതിനിടയിൽ പെട്ടിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാ അർത്ഥത്തിലും ഏത് നിമിഷം വേണമെങ്കിലും തകർന്ന് തരിപ്പണമാകാം എന്നുള്ള തരത്തിലാണ് അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം നിലവിലുള്ള MLA-മാരായാലും MP-മാരായാലും ഏത് നിമിഷവും മറുകണ്ഠം ചാടുമെന്ന രീതിയിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. തുടർച്ചയായുള്ള വൻ പരാജയങ്ങളൊക്കെ തന്നെയും വീണ്ടും വീണ്ടും ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും. അതിനിടയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്ന ഈ തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ NCPയുടെ ഭാഗത്തു നിന്നും ശിവസേന ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ. BJP വളരെ തന്ത്രപരമായിട്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അവർ ഭരണത്തിൽ കയറിയെങ്കിൽ പോലും ഇപ്പോഴും അവർ അടങ്ങിയിരിക്കുന്നില്ല. ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഒട്ടുമിക്കവരെയും തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് BJP അതികഠിനമായി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും അവസാനം വിജയകരമായി തന്നെ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. അധികം വൈകാതെ തന്നെ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ MBAയുടെ പക്ഷത്ത് ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ തന്നെ വരുമെന്ന കാര്യം ഉറപ്പാണ്.